ഓണക്കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? ഓണക്കാലത്ത് സദ്യ വിഭവങ്ങളുണ്ട്. അന്ന് മാത്രമേ സദ്യയുള്ളൂ. അതിനൊന്നും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഓണക്കാലത്തൊക്കെ നമുക്ക് ആ സന്തുഷ്ടമായൊരു കാലമാണല്ലോ. വാമനാവതാരമൂർത്തിയുടെ അവതാരമാണെന്ന് ഒരു കൊല്ലം കൊണ്ട് അച്ഛനുടെ ഗുരുവായൂരപ്പം വന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എല്ലാ ദിവസവും അമ്മയാണെങ്കിൽ അച്ഛൻ കഴിച്ചിട്ട് അച്ഛന് കഴിയുമ്പോഴത്തേന് മൂന്നരയാവും. അച്ഛൻ കഴിക്കാൻ 3-3:30 വെള്ളം പോലും കുടിക്കുള്ളൂ. ഗുരുവായൂരപ്പനും ഗണേശനും ഒക്കെ എപ്പോഴും ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട്. അനവധി പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ട് അന്നും ഇന്നും നേരിട്ടുന്നുണ്ട്. നമ്മുടെ അർപ്പണം ശുദ്ധമായിരിക്കണം. ശുദ്ധ മനസ്സോടുകൂടെ അർപ്പിക്കുക, എന്നാലേ അതിന് പ്രയോജനമുള്ളൂ. അല്ലാണ്ട് ഞാൻ പോയി തൊഴുതു അങ്ങനെ പോരാ. നമ്മൾ എല്ലാം ഭഗവാനെ അർപ്പിച്ച് ചെയ്താൽ അതിന് ഫലം ഉണ്ടാകും. പരമേശ്വരൻ തിരുമേനി നമസ്കാരം. നാരായണ ഗുരുവായൂരപ്പ. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു, ഗണപതിയും അതേപോലെ കൃഷ്ണനും ഒരുമിച്ചിരിക്കുന്നത്. തങ്ങളുടെ പിതാവ് അതേപോലെ ഗണപതിയോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനെയും ശ്രീകൃഷ്ണനെയും കൂടി ഉപാസിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാവിലെ 5 മണിയാകുമ്പോൾ കുളിച്ച് അമ്പലത്തിൽ ചെല്ലും, ക്ഷേത്രത്തിൽ ചെല്ലും. അന്ന് ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം കാട് പിടിച്ചൊരു അമ്പലമാണ്. അപ്പം എന്നാലും ശ്രീകോവിലിൻ്റെ അകത്ത് ആ ക്ഷേത്രത്തിൽ ചെല്ലും. ഇപ്പം തേവാരമായിട്ടും ഗുരുവാണ്. സഹസ്രാവർത്തി, അത് കഴിഞ്ഞ് അഭിഷേകം, ജപമുണ്ട്, ഗായത്രി ജപം, അത് കഴിഞ്ഞ് കുറേ ജപമുണ്ട്. പിന്നെ ആ സഹസ്രാവർത്തി അഭിഷേകമുണ്ട് ഗണപതിക്ക്. അതുപോലെ നിവേദ്യാദികൾ കൊടുക്കുക, പൂജകൾ, പിന്നെ 1008 നമസ്കാരം, 1008 ഭാഷ നമസ്കാരമുണ്ട്. അത് കഴിഞ്ഞ് പുഷ്പാഞ്ജലിയുണ്ട്. ആ പുഷ്പാഞ്ജലി സമയത്താണ് ഭാഗവതം കൊണ്ടാണ് പുഷ്പാഞ്ജലി കഴിക്കുന്നത്. ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും ചൊല്ലിയാണ് പുഷ്പാഞ്ജലി കഴിക്കുന്നത്. അപ്പോൾ ആ പുഷ്പാഞ്ജലി കഴിക്കുന്ന ഒരു ഉപാധി വേണമല്ലോ. അപ്പോൾ അതാണ് സാളഗ്രാം. വിഷ്ണു ചൈതന്യമാണ് സാളഗ്രാം എന്ന് പറയുമ്പോൾ. ആ വിഷ്ണു ചൈതന്യത്തിലേക്ക് ഇപ്പം ഗണപതിക്ക് പുഷ്പാഞ്ജലി കഴിക്കുന്നതിൻ്റെ കൂടെ ആ സാളഗ്രാമത്തിന് പുഷ്പാഞ്ജലി കഴിക്കും. ശ്രീകൃഷ്ണനും കൂടെ. അതെ. ഇപ്പം ശ്രീകൃഷ്ണനും കൂടെ പുഷ്പാഞ്ജലി കഴിക്കുകയാണ്. അപ്പം അങ്ങനെ പുഷ്പാഞ്ജലി കഴിച്ച് ശ്രീകോലകത്ത് വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് എല്ലാ ജ്യോത്സ്യന്മാരും ഇവിടെ അഭിപ്രായം പറയാറുള്ളത്. ഇവിടെ നമ്മുടെ അനുഭവം അങ്ങനെയാണ്. തിരുമേനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടത് എങ്ങനെയായിരുന്നു? അല്ല, നമ്മുടെ ക്ഷേത്രം ഇന്ന് ഈ കാണുന്നത് മുഴുവൻ ആ ഗുരുവായൂരപ്പൻ്റെയും മഹാഗണപതിയുടെ അനുഗ്രഹമാണ്. അച്ഛൻ്റെ ആശ്രയമാണ്. എല്ലാം ഗണപതിക്കും ഗുരുവായൂരപ്പൻ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ എന്തും ചെയ്യുള്ളൂ. അതുപോലെ തീവ്രമായ എല്ലാം അർപ്പിക്കാന്ന് പറയാറുണ്ടല്ലോ, അതെല്ലാം അക്ഷരാർത്ഥത്തിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പം നമസ്കാരമായാലും ഭാഗവത പാരായണമാണെങ്കിലും ജപാദികളാണെങ്കിലും ഇതൊക്കെ എല്ലാം ഈശ്വരന് ഗണപതിയുള്ളൂ, വേറെ ആരുമില്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ തന്നെ അച്ഛൻ അങ്ങോട്ട് പോയി. അപ്പം അന്ന് ഈ ശ്രീകോലായിരുന്നത് പിന്നെ വളർന്ന് അച്ഛൻ്റെ ഒരു 70 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടൊരു മാറ്റം വന്നിറങ്ങി അമ്പലത്തിൽ. ഈ ചെറുപ്പകാലത്ത് ഇല്ലത്തെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അപ്പൊ ഇല്ലത്തിനോട് അത്ര താല്പര്യം കുറവായിരുന്നു. ഇല്ലം പണിയാനുള്ള അത്ര താല്പര്യമില്ല. അന്നും ഇല്ലം വളരെ മോശമാണ്. ഇപ്പോഴും അതെ. ഇപ്പോഴും ഇല്ല ശരിക്കും ഞങ്ങൾക്ക് ധാരാളം ഇല്ല. അന്നും ഇല്ല. അച്ഛന് അമ്പലം പണിയാ അത്ര മാറ്റം ചിന്തയുള്ളൂ. ഗണപതിയിലായിരുന്നു സമർപ്പണം മൊത്തം. പിന്നെ നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ഗണപതി അമ്പലം നേരെയാകണം, ഇല്ലം നേരെയാക്കാൻ പറ്റുന്നുമില്ല. അന്നുമില്ല ഇന്നുമില്ല. ഇന്നും ചെറിയൊരു താമസിക്കുകയാണ്. ഈ ചെറുപ്പകാലത്ത് എപ്പോഴും ഈ വിഘ്നേശ്വരനെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരു ദിവസം തുടങ്ങുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളിൽ കാണാൻ പറ്റാതിരുന്നിട്ട് അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ, അത്തരത്തിലൊരു വിഷമം ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പകാലത്ത്? അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞങ്ങളൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചേ. ആരെങ്കിലും കൊണ്ട് തരിക, അരി കൊണ്ട് തരിക, അല്ലെങ്കിൽ ആഹാരം വെക്കാനുള്ള അടുത്തുള്ള കടയിൽ നിന്നൊക്കെ അരി കൊണ്ട് തരും, വെക്കാനുള്ള അരി, അല്ലെങ്കിൽ കടം മേടിക്കും, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നെല്ല് ആരെങ്കിലും കൊണ്ട് തരും, പച്ചക്കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മേടിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കും. നെൽകൃഷി ഉണ്ടായിരുന്നു, നഷ്ടമാണല്ലോ. അങ്ങനെയൊക്കെ ഒരു വളരെ ദീനതയായിരുന്നു. ആരോഗ്യപരമായിട്ടും
സാമ്പത്തികപരമായിട്ടും എല്ലാം കൊണ്ടും എന്നാലും ഗണപതി അർപ്പിക്കുകയായിരുന്നു. ഓണക്കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? ഓണക്കാലത്ത് സദ്യ വിഭവങ്ങളുണ്ട്. അന്ന് മാത്രമേ സദ്യയുള്ളൂ. അതിനെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അന്ന് പൂജകളൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ? പിന്നെ അന്നും പൂജകൾ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് ഒത്തിരി നിവേദ്യം കൂടുതൽ വേണം ഗണപതിക്ക്. അതും ഗണപതിക്ക് നമ്മൾക്കല്ല പ്രാധാന്യം, ഗണപതിക്ക് പ്രാധാന്യം. കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും ഗണപതി എന്ന് പറയുന്നത് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതെ, ക്ഷിപ്രപ്രസാദ് തന്നെയാണ് ഗണപതി. അനുഗ്രഹം വിഘ്നേശ്വരൻ തന്നെയാണ്. അല്ല, ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ ഗണപതിയുടെ അനുഗ്രഹമാണ്. ഒരു അനുഭവം പങ്കുവെക്കും ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടം എത്തിയപ്പോഴും വിഘ്നേശ്വരനെ വിളിച്ചിട്ട് സാധ്യമായ. അല്ല, ഞങ്ങള് അന്നും ഇന്നും ഒരുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഈ അമ്പലത്തിൽ കാര്യങ്ങൾ നടക്കണം, അതിനൊക്കെ ഗണപതി പറയും, ഗണപതി സാധിച്ചു തരും, എങ്ങനെയെങ്കിലും സത്യം ഗണപതി സാധിച്ചു തരും. അല്ലാണ്ട് വേറൊരാളില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. ഏത് ഭാഗത്തൊന്നും ഇല്ല, ഗണപതി കൈവിടില്ല എന്നൊരു ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മള് ഈ ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാര് ഗുരുവായൂരപ്പന്റെ സാമീപ്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വിഷമഘട്ടത്തില് ഗുരുവായൂരപ്പനെ വിളിക്കുന്ന സമയത്ത് പല രീതിയിൽ ആ ഒരു സഹായം എത്തിപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ അച്ഛന് ഞങ്ങൾക്കൊക്കെ അച്ഛൻ്റെ ജീവിതത്തില് വിദ്യാഭ്യാസം സ്കൂളിലുണ്ടായിട്ടില്ല. മഠത്തിലായിരുന്നു, സാമൂഹ്യ മഠത്തിലായിരുന്നു. പിന്നെ ഒത്തിരി വയ്യായിക അനുഭവിച്ചു. ഞാനും അനുഭവിച്ചിട്ടുണ്ട് വയ്യായിക. അത് അച്ഛൻ മരണത്തിൽ വരെ എത്തിയതാണ്. പക്ഷെ തിരിച്ചു വരികയായിരുന്നു. പിന്നെ ഗുരുവായൂർ പോയി 12 ദിവസം ഉപാസന ഭജനമായിട്ട് കൂടി. പിന്നെ 41 ആക്കി. ഇപ്പം എല്ലാവരും ആരോടൊക്കെ പറഞ്ഞ് 41 ദിവസം വേണം. പിന്നെ അപ്പം 41 ദിവസം ഭജനം കഴിഞ്ഞപ്പോഴാണ് ഭാഗവതം അച്ഛന് കൈ കിട്ടുന്നത്. പിന്നെ ഭാഗവതം കിട്ടിയപ്പോൾ അച്ഛനും പിന്നെ അങ്ങ് വളരുകയായിരുന്നു. അപ്പം ഓരോ സപ്താഹമുണ്ട്. ഇവിടുന്ന് ഒരു പൈസ പോലും ഇല്ലാണ്ടാണ് പോണത്. ആരെങ്കിലും ചെല്ലുമ്പം ഗുരുവായൂർ ചെല്ലുമ്പോൾ അച്ഛന് അതിനുള്ള പൈസ എവിടുന്നെങ്കിലുമൊക്കെ കൈ കൊണ്ടു കൊടുക്കും. ചിലപ്പോൾ ഒരു ഉണ്ണിയായി കൊണ്ട് കൊടുക്കുക, ചിലപ്പോൾ കാരണന്മാരായിരിക്കും കൊടുക്കുക. പ്രാവശ്യം ഞാനുണ്ടാകാൻ വേണ്ടി കൃഷ്ണാട്ടങ്ങളിൽ നേർന്നു. അപ്പോൾ പൈസ ഒന്നും ഇല്ലാണ്ട് നേർന്നത്. അവിടെ ചെന്നപ്പം അച്ഛനിങ്ങനെ എന്താ വേണ്ട, കൃഷ്ണാട്ടങ്ങളിൽ പൈസയില്ല, നേരുകയും ചെയ്തു. അപ്പോൾ ഒരു ഉണ്ണി കൊണ്ട് കൊടുത്തുന്ന ആരോടും പറയരുതെന്നും പറഞ്ഞു. ആ ഉണ്ണി ഗുരുവായൂരപ്പനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ഉറപ്പാ. അല്ല, അങ്ങനെയാണല്ലോ വരില്ലല്ലോ. അപ്പം ഗുരുവായൂര് സപ്താഹം എല്ലാ കൊല്ലവും ഉണ്ടാകാറുണ്ട്. ആ ഉണ്ടായപ്പം ഉണ്ണി കൊണ്ട് കൊടുത്തു. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളുള്ളത്. പിന്നെ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പറയുന്നുണ്ട്. അച്ഛനോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ആരോ ഒരു ഉണ്ണി കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ വിശ്വാസം ഗുരുവായൂരപ്പനാണല്ലോ, അല്ല വേറെ ആരാ. അതുപോലെ എല്ലാ സപ്താഹത്തിനും അച്ഛൻ ഇവിടുന്ന് ഒരു പോലും കയ്യില്ലാണ്ടേ പോണത്. അവിടെ ഞാൻ ആരെങ്കിലും കൊടുക്കും ഗുരുവായൂരപ്പൻ. ഈ ഒരു കഥകൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒന്നുമില്ല, അല്ലെങ്കിൽ ദൈവത്തെ ഗണേശനെ ആണെങ്കിലും ഗുരുവായൂരപ്പനെ ആണെങ്കിലും സ്വയം അർപ്പിച്ചു പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ താനെ മാറിപ്പോകും എന്നുള്ള രീതി. അതെ, താനെ മാറിപ്പോവും. ഏത് പ്രകാരത്തിലും ഭരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അർപ്പണം ശുദ്ധമായിരിക്കണം. ശുദ്ധ മനസ്സോടുകൂടി അർപ്പിക്കുക, എന്നാലേ അതിന് പ്രയോജനമുള്ളൂ. അല്ലാണ്ട് ഞാൻ പോയി തൊഴുതു അങ്ങനെ പോരാ. നമ്മൾ എല്ലാം ഭഗവാനെ അർപ്പിച്ച് ചെയ്താൽ അതിന് ഫലം ഉണ്ടാകും. അർപ്പണത്തിനാണ് പ്രാധാന്യം. ഈ നല്ല രീതിയിൽ ഒരു ദാരിദ്ര്യ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ ഒരു കാര്യമാണല്ലോ, ഇത്രത്തോളം നമ്മൾ ഉപാസിച്ചിട്ടും എത്രത്തോളം അർപ്പിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു കഷ്ടതകൾ അനുഭവിക്കുന്നത്? അത്തരം ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ വിഷമിച്ചിട്ടുണ്ട്. അല്ല, എന്താണെങ്കിൽ അച്ഛമണിയും ഗണപതി തന്നോളും, ഗണപതി തരും എന്ന അച്ഛൻ്റെ വിശ്വാസത്തിൽ അച്ഛനങ്ങ് പോവുകയാണ്. അച്ഛമിക്കുവാനും യാത്രയായിരിക്കും, ഭാഗവത സപ്താഹമായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അമ്മ മാത്രമേ കാണുള്ളൂ, അമ്മയും ഞങ്ങളും മാത്രമേ കാണുള്ളൂ. എങ്ങനെയൊക്കെ കഴിയാമുണ്ടാവും എന്നുള്ളൊരു ധാരണയിലങ്ങ് പോവുകയാണ്. അപ്പം അച്ഛനും കിട്ടുന്ന ഇവിടെ കൊണ്ടുതരും. അതുകൊണ്ടൊക്കെ ജീവിക്കും. പായലും നിലത്തും കിടന്നുറങ്ങി അങ്ങ് പോവും.
ഓരോ നിമിഷവും വളരെ എന്താ പറയുക, ഈ പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അത്ര ദാരിദ്ര്യമായിരുന്നു. പക്ഷെ എന്നിട്ടും ഗണപതി കൈവിട്ടില്ല. അതിപ്പം അച്ഛനെന്ന് കുന്തിദേവി പറഞ്ഞ പോലെ ആപത്തുണ്ടാക്കി തീർക്കണം ഭഗവാനെ എന്നാണ് പറയുന്നത്. ആപത്തുണ്ടാക്കിയാലേ ഭഗവാനെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ അച്ഛന് ആപത്തുണ്ടാക്കിയപ്പോൾ അച്ഛൻ അതെല്ലാം ഗുരുവായൂരപ്പനിലേക്ക് വിട്ടുകൊടുക്കുക ചെയ്ത്. എന്നെ നോക്കും, ഗണപതിക്ക് സ്തുതി എങ്ങനെയാ? ഒരു നാളിലുമില്ല സൗഖ്യമെന്നൊരു മട്ടായി അടിയൻ്റെ ജീവിതം, കരുണാകര നീ ഒഴിഞ്ഞെനിക്കൊരുവൻ പാലിലില്ല ഒരാശ്രയം എന്നാണ് അച്ഛൻ്റെ ആദ്യത്തെ കവിത ശ്ലോകം. എനിക്ക് ഒരു നാളിലും സുഖമില്ല, എന്നാലും എന്നെ അങ്ങ് അനുഗ്രഹിക്കുന്നുള്ള വിശ്വാസത്തിലാണ് അച്ഛൻ ആ ശ്ലോകം എഴുതിയത്. ആ അവസാനം വരെ. അവസാനത്തെ ശ്ലോകം, ഗുരു അച്ഛനും അമ്മയും പിരിഞ്ഞൊരു നാളും കഴിയാത്ത ബന്ധവും. ഒരു അച്ഛനും അമ്മയും മറന്നു പോവുക. അത്ര എല്ലാവരും ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പനെ ഉള്ളൂ, അല്ലെങ്കിൽ ഗണപതി ഉള്ളൂ എന്നുള്ള വിശ്വാസമാണ്. അപ്പം ആ ഗണപതി അച്ഛന് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ദാരിദ്ര്യം മാറി ഗണപതിയുടെ അമ്പലം വലുതായി, ഓരോരുത്തരും അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ വലിയ വലിയ മഹാത്മാക്കൾ വന്നിറങ്ങി. ഇപ്പം മുഖ്യമന്ത്രി അന്നത്തെ കരുണാകരൻ ആദ്യം വരുന്നു, ലീഡർ. അദ്ദേഹം ഇപ്പോൾ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി അച്ഛൻ ആരാണെന്നുള്ളത്. മറ്റത് ഇല്ലങ്ങളിലും കുറച്ച് വീടുകളിലേ അറിയുള്ളൂ. പക്ഷെ ലീഡർ മുഖ്യമന്ത്രി വന്നപ്പം ലോകം മുഴുവൻ അറിഞ്ഞു. ഇപ്പം യേശുദാസ് വന്നു, KG യേശുദാസ് വന്നു, ഇവിടെ വന്ന് പാടി. അന്നത്തെ കാലം അച്ഛൻ്റെ ദാരിദ്ര്യം മാറി ഒരു മാറ്റം വന്നു തുടങ്ങിയപ്പോഴാണ്. അപ്പം അവരൊക്കെ വന്നു, യേശുദാസ് വരുന്നു, കാഞ്ചി ശങ്കരാചാര്യർ വരുന്നു. കാരണം ജനം എന്താണ് മള്ളിത്തിരുമേനി എന്നുള്ളത് ഈ നാട് മുഴുവൻ അങ്ങടായി. അച്ഛൻ്റെ പ്രഭാവം എന്താന്നുള്ളത് ഗണേശൻ തന്നെ അറിയിച്ചതാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് സപ്താഹത്തിന് ഇങ്ങനെ ഗണപതി മണി കൃഷ്ണനിക്ക് യജ്ഞപ്രസാദം ഇറക്കിയത്. അത് ആ പ്രസാദം ഇറക്കിയതോടുകൂടി പിന്നെ ഇങ്ങനെയൊരു ഭാവനയായി എല്ലായിടത്തും. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. ഇപ്പം ഇവിടെ വഴിപാടുകളാണെങ്കിലും ഗുരുവായൂരപ്പനും ഗണപതിക്കും ഒരുപോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചുരുക്ക ക്ഷേത്രങ്ങളെ ഉണ്ടാവുള്ളൂ അല്ലേ? ഗണേശനും ഗുരുവായൂരപ്പനും വളരെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊരു സങ്കല്പം. ഓരോ കൊല്ലം കിടക്കുമ്പോഴും ഇടയ്ക്കിങ്ങനെ വയ്യാണ്ട് കിടക്കുമല്ലോ. ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ അച്ഛനാ ഒരു കൊല്ലം കൊണ്ട് അച്ഛനടി ഗുരുവായൂരപ്പൻ വന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അച്ഛൻ പറയും, എന്താ പറയണേ, സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്ന ഭാഗത്തേ അപ്പം സെക്യൂരിറ്റിക്കാരൻ ഇപ്പം സനകാദികൾ വന്നു എന്ന് പറയുന്നുണ്ട്. 4 മഹർഷിമാർ വന്നു എന്നാണ്. 4 മഹർഷിമാർ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ അപ്പം അച്ഛൻ ആ സെക്യൂരിറ്റിക്കാരൻ അച്ഛൻ ഞങ്ങൾ കാണുന്നില്ല, അച്ഛൻ കണ്ടോ നമുക്കറിയില്ല. മണി ഈ സെക്യൂരിറ്റിക്കാരൻ മനസ്സിലാവുന്നില്ല. പക്ഷെ ആ മണി നാൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണം. പുറത്ത് കൊണ്ടുപോയി ആ അതിഥി വന്ന അതിഥേൻ്റെ കടമയാണ് കയറ്റി വണ്ടി കാണാൻ എന്തോ അവരെ കുറച്ച് അവരുടെ കൂടെ ചെല്ലണം എന്നുള്ളത്. മണിയോട് അച്ഛൻ പറയുന്നത് അവർ വന്ന് കാണാൻ പറ്റേ, ഒന്ന് കൊണ്ടുവിടുന്ന മണി പറയുന്നത് ഞാൻ കാണുന്നില്ല തിരുമേനി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട് അച്ഛൻ പറയുന്നു. ഈ ഒരു അച്ഛൻ മരണത്തിന്റെ ഒരു കൊല്ലത്തിനുള്ളില്ല. ഞങ്ങൾ കാണുന്നില്ല മണി. അച്ഛൻ ഞാൻ കാണുന്നുള്ളത് അച്ഛൻ കാണുന്നു. പക്ഷേ അല്ല, ഞങ്ങളുടെ വിശ്വാസം അച്ഛനെ അനുഗ്രഹിക്കാൻ വന്നതായിട്ടാണ്. അതുപോലെ ആശുപത്രി കിടന്നപ്പോൾ അച്ഛൻ ICU കിടന്ന് ഭാരത് ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ്റെ കയ്യിൽ മരുന്ന് ഗുരുവായൂരപ്പൻ കൊടുത്തുന്ന വിശ്വാസം. അവർ മരുന്ന് കൊടുത്തു, അച്ഛന് മാറ്റം. ആദ്യത്തെ രണ്ടാമത്തെ അറ്റാക്കിനാണ്. ആരോ കുട്ടി ഉണ്ടായി. അച്ഛൻ പറഞ്ഞു മരുന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളാരും തന്നില്ലല്ലോ എന്ന് വരും നഴ്സുമാര്. ഇല്ല, എൻ്റെ കയ്യെ പറ്റിയിട്ടുണ്ടെന്ന്. അച്ഛൻ്റെ കൈ കാണിച്ചു കൊടുത്തു. അപ്പം അച്ഛൻ്റെ കൈ വെള്ളം. അപ്പം അച്ഛന് സേവിച്ച് കഴിഞ്ഞാൽ കൈ കഴുകണം. എച്ചിലായില്ലേ കൈ. അപ്പം എച്ചിലായാലും കൈ കഴുകണം എന്ന് പറഞ്ഞാലും പിന്നെ അവസാനം നഴ്സുമാരെ കൊണ്ട് കൈ കണ്ടപ്പം ശരിയാണ്, കൈ കാണാൻ കൊടുത്തു. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛനെ ICU മാറ്റി അച്ഛൻ റൂമിലേക്ക് ആക്കി. ഇതൊക്കെ പ്രത്യക്ഷ അനുഭവങ്ങളാണ്. അപ്പം ഒരു ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന ഒന്നുമല്ലേ, നമ്മുടെ അനുഭവത്തിൽ കൂടെ കണ്ട കാര്യങ്ങളാണ്. നമ്മൾ കണ്ടോ വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. അച്ഛനും ഗുരുവായൂരപ്പൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗുരുവായൂരപ്പൻ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് അച്ഛൻ എന്ന് പറയുന്നത്. ഞാനും അങ്ങനെയാണ്. അച്ഛൻ്റെ സപ്താഹം ഗുരുവായൂർ എല്ലാ കൊല്ലം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇടക്കാലത്ത് മുടങ്ങിപ്പോയി.
അപ്പം ഇനി മുടക്കം വന്നപ്പം ഇനി എന്താ വേണ്ടത്? അപ്പം എല്ലാവരും പറയുന്നത് സ്വത്താഹം നടത്തണം. അവിടെ പറയുന്നുണ്ട് നമ്മളെ കുറേ കൊല്ലങ്ങളിൽ നടക്കാൻ മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പം ഗുരുവായൂരപ്പനൊരു അപ്രീതിയുണ്ട് നടത്താത്തതിനെ പറ്റി. അപ്പം ഞങ്ങൾ 3 പേരോടെ പോയി ആ ഭഗവതിയുടെ വാദ്യമാടത്ത് പോയി വായിച്ചു. 2-ാം ദിവസം ഈ വായന തുടങ്ങി 2-ാം ദിവസം എന്നെ ദേവസ്ഥനെ വിളിച്ചു. അവ എന്തിനാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ദേവസ്ഥ ഓഫീസിലേക്ക് വന്നു. അല്ല, തിരുമേനി ഒന്ന് ആദരിക്കാൻ വിളിച്ചതാണ്. അപ്പം നമുക്കത്ര അച്ഛനിതില്ലല്ലോ. പക്ഷെ തിരുമേനി ഒന്ന് ആദരിക്കാൻ വിളിച്ചു. എനിക്കൊരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ തരാനാണെന്ന് പറഞ്ഞു. എന്നെ കൊന്നാടിയിട്ട് അണിയിച്ചു. ഗുരുവായൂരപ്പൻ ഫോട്ടോ. അപ്പം തീരുമാനമായി ഗുരുവായൂരപ്പൻ ആ വായന തുടങ്ങിയ സന്തോഷമായെന്ന്. ആ മുടങ്ങിയ സപ്താഹം പിന്നെ വീണ്ടും തുടങ്ങിയപ്പം അതൊരു നിമിത്തമായി. അല്ലെങ്കിൽ ആദരിക്കേണ്ട കടം ആവശ്യമൊന്നുമില്ല അവർക്ക്. ആ മുടങ്ങിക്കിടന്ന വായന തുടങ്ങിയപ്പം ഗുരുവായൂരപ്പന് സന്തോഷമായി. ഇതൊക്കെയാണല്ലോ പറ്റത്. അല്ലാതെ നമുക്ക് ഗുരുവായൂരപ്പനെ നേരിട്ടൊന്നും കാണിക്കാൻ പറ്റിയല്ലോ. നമുക്ക് അനുഭവം വരുമ്പോഴാണല്ലോ. ആ വായന മുടങ്ങി കിടന്നത് തിരിച്ചെടുത്ത് വായനടത്തേക്ക് എത്തിയപ്പോൾ അവിടെ ദേവസ്വത്തിൻ്റെ അധികാരികളാണല്ലോ, ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധികളാണല്ലോ അവർ വിളിച്ച് തന്നെ ഓഫീസിൽ വെച്ച് ആദരിക്കുമ്പം ആ അനുഗ്രഹം പൂർണ്ണമായെന്നല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്ന ഈശ്വരാർപ്പണമായിട്ടും അല്ലാണ്ട് എൽപ്പൻ്റെ ഭക്തന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥന അത് തന്നെയാണ്. ഗുരുവായൂരപ്പനും ഗണേശനും ഒക്കെ എപ്പോഴും ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട്. അനവധി പരീക്ഷണങ്ങൾ അനവധി നേരിട്ടുകൊണ്ട് അന്നും ഇന്നും നേരിട്ടുന്നുണ്ട്. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഈ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പൊ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് ഈ ശക്തി കൂടെ ഉണ്ട് എങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അല്ല, വായനയ്ക്ക് പോവാണെങ്കിലും ഗണപതി കൂടെ ഉണ്ടെന്നുള്ളതിന് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെന്നാണല്ലോ. അപ്പൊ ആ ശക്തി നമുക്ക് തരുവാണ് അവരെ വായിക്കുമ്പോൾ. നമുക്ക് വയ്യാണ്ടായിരിക്കുമ്പോൾ ഇപ്പം 3-4 സപ്താഹം ഒരുമിച്ച് വരും. ഒരു സപ്താഹം 7 ദിവസം വരുമല്ലോ, 7-8 ദിവസം എടുക്കും. അപ്പം അത് കഴിഞ്ഞ് അടുത്ത സപ്താഹത്തിന് പോകും. അപ്പം ഗണപതി ആരോഗ്യത്തിൻ്റെ ദേവനും കൂടിയാണ്. ഇവിടെ ഈ തടി വഴിപാട് അസുഖങ്ങൾ മാറാൻ തടി വഴിപാട് പ്രധാനമാണ്. ആ തടി വഴിപാട് കഴിക്കുമ്പോൾ ആരോഗ്യം ഉണ്ടാവും. വിഘ്നങ്ങൾ ഒഴിവാക്കല്ലേ? വിഘ്നങ്ങൾ അതിന് അച്ഛൻ നിറഞ്ഞാണ്. പണ്ട് അമ്പലമണി നിറക്കാണ്ടായപ്പം 1000 കൂടെ അഭിഷേകം നിറഞ്ഞിരുന്നു. അപ്പം 1000 കൂടെ അഭിഷേകം അച്ഛന് അനുഭവം കിട്ടിയ വഴിപാടുകളൊക്കെ മറ്റുള്ളവർക്ക് കുറഞ്ഞു നോക്കും. ആര് വന്നാലും അപ്പോൾ തടസ്സങ്ങൾ പറഞ്ഞ 1000 കൂടെ അഭിഷേകമാണ് പറയാറ്. അതുപോലെ അപ്പം മൂടൽ. അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും പറയുന്നു. കഴിവതും അനുഭവം കിട്ടാറുണ്ട് ഇവിടെ. അതുകൊണ്ട് ജ്യോത്സ്യന്മാരുടെ വഴിപാടല്ല ഇവിടെ. അച്ഛൻ്റെ ഒരു അച്ഛന് മനസ്സിൽ തോന്നുന്ന വഴിപാടൊക്കെ പറഞ്ഞു. അച്ഛൻ അനുഭവം കിട്ടിയത് മനസ്സ് തോന്നുന്നതല്ല, അച്ഛൻ അനുഭവം കിട്ടിയത്. ഇപ്പം സന്താനത്തിൻ്റെ പ്രശ്നത്തിന് പാൽപ്പായസം, വിവാഹത്തിന് പഴമാല, ആരോഗ്യത്തിന് തടി വഴിപാട്, അതുപോലെ 108 കിളഞ്ഞോ കളഭം. അച്ഛൻ എന്നാൽ എന്താ മനസ്സിൽ തോന്നുന്നത് അത് പറയുക. ആ വഴിപാടൊക്കെ ഫലമുണ്ട്. അത്രയും ഉപാസിച്ചോണ്ടാണല്ലോ അച്ഛന് ആ ബലം കിട്ടിയത്. ഓരോ ഓണക്കാലത്ത് നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കാം ആ ഒരു അനുഭവം, അല്ലെങ്കിൽ അച്ഛനെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ എന്തായിരുന്നു? അച്ഛനും ഓണക്കാലത്ത് ഞങ്ങള് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കും. അച്ഛമ്മന്റെ ഉണ്ണും കുടിക്കുള്ളൂ. അച്ഛമ്മ 2 മണിയെങ്കിലും ഊണും കഴിഞ്ഞ് വരുമ്പോ ഗണപതിക്ക് കൊടുത്തിട്ടാണോ? ഗണപതി കൊടുത്തിട്ടുള്ളൂ. ഈ ഉണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കൊടുക്കുമോ? അത് ഇവിടെ ഇല്ലത്ത് അവരില വെച്ച് അതിനകത്ത് വിളമ്പുവാണ് ഗണപതിക്ക് വേണ്ടിട്ട്. അതിന്റെ മുമ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടുത്തെ ദേവാലയം 2 മണിയാവും വരുമ്പോ. 2 മണി ഞങ്ങൾ കഴിക്കാൻ. അത് എല്ലാ ദിവസവും അമ്മയാണെങ്കിൽ അച്ഛൻ കഴിച്ചിട്ട് അച്ഛനെ വരുമ്പോഴത്തേന് 3-3:30 ആവും. അച്ഛൻ കഴിക്കാൻ 3-3:30 ആകുമ്പോൾ വെള്ളം പോലും കുടിക്കുള്ളൂ പകല്. അതുപോലെ വെള്ളം പോലും കുടിക്കില്ല. ആ ദേവാലയം കഴിഞ്ഞ് വന്ന് ഊണ് കഴിക്കുമ്പോഴേ വെള്ളം കുടിക്കുള്ളൂ. അത് 3:30 ആവും. എന്നിട്ട് വേണം അമ്മ കഴിക്കാൻ. അമ്മയ്ക്കും കഴിക്കണമെങ്കിൽ അച്ഛൻ കഴിക്കാണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നും അച്ഛനെ പോലെ ജീവിക്കാൻ നമുക്കൊന്നും ഈ ജീവിതത്തിൽ സാധിക്കില്ല. പ്രത്യേക അംശം അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നു മാത്രം. ഗുരുവായൂരപ്പന്റെ കൃപയോടെ തന്നെ അല്ലെങ്കിൽ ആ അനുഭവങ്ങളിലൂടെ തന്നെ സമാധിയായി എന്ന് പറയാല്ലേ? സമാധിയായി. അല്ല, അങ്ങനെയാണ്. രാവിലെ സന്ധ്യാവന്തനം മുടക്കാറില്ല. സന്ധ്യാവന്തനം രാവിലെ കഴിച്ച് സന്ധ്യാവന്തനം കഴിച്ചങ്ങ് പോവായിരുന്നു. എല്ലാ ഋഷീശ്വരന്മാരും സന്യാസിമാരും ബിഷപ്പുമാരും എല്ലാ പുരോഹിത
മാരും വന്നിരുന്നു സമാധി സമയത്ത്. സമാധി കഴിഞ്ഞപ്പോൾ എല്ലാ ബദരി ക്ഷേത്രത്തിലെ അവരക്കാര്, അതുപോലെ പഴനി, എല്ലാ ക്ഷേത്രങ്ങളും, പിന്നെ ബിഷപ്പുമാർ, ഇവിടുത്തെ വലിയ വലിയ ബിഷപ്പുമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മുഖ്യമന്ത്രി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം രാജപ്രൗഢിയോടെ അച്ഛനെ കൊണ്ടുപോയത്. പല ദിവസം ബദരിയിൽ നിന്ന് വിളിച്ച് നാളെ സഹസ്രനാമ പുഷ്പാഞ്ജലി ഉണ്ട്, ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്നതാ. നാളെ ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും മള്ളിയൂരിൻ്റെ പേരിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി ഉണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇങ്ങനെ മള്ളിയൂരിൻ്റെ പേര് കഴിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പം വിളിച്ച് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ. അച്ഛൻ അന്നേരം പറയും, ചുണ്ടോണ്ടിരിക്കുക തലേദിവസം ഉച്ചയ്ക്ക്. ഉണ്ടോണ്ട് എന്താണോ എന്നെ വിളിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, നമ്മുടെ സാമ്പത്തികം എല്ലാം കൂടെ ചോദിച്ചു പറയണ്ടേ. അപ്പം ഇതുവരെ പോകാൻ, പിന്നെ അച്ഛൻ്റെ ദേവാലയത്തിൻ്റെ സഞ്ചാരത്തിന് നിഷ്കർഷയും എല്ലാം കൂടെ ആകുമ്പോഴേ അപ്പം എന്താ എന്നെ വിളിച്ചത് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം അച്ഛൻ രാവിലെ പോവുകയും ചെയ്തു. അച്ഛൻ്റെ ജീവിതവും ഇപ്പോഴും ഞങ്ങൾ പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഗണപതി കൈവിടില്ല ഉത്തമ വിശ്വാസത്തിൽ ഞങ്ങളും പോവാണ്. രണ്ടുപേരേ ഉള്ളൂ ഇവിടെ. ഗണേശൻ എപ്പോഴും ആ ഒരു അച്ഛനുണ്ടായിരുന്ന, അല്ലെങ്കിൽ അച്ഛൻ സമർപ്പിച്ചിരുന്ന ആ ഒരു ഗണേശൻ ഇപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ടും ആ ഒരു ഇല്ലത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും കൊടുക്കൊണ്ടിരിക്കുന്നു. അതെ, പഴുകുന്നുണ്ട്. ഓണക്കാലത്തൊക്കെ നമുക്ക് ആ സന്തുഷ്ടമായൊരു കാലമാണല്ലോ. വാമനാവതാരമൂർത്തിയുടെ അവതാരമാണെന്ന്. വാമനമൂർത്തി സ്മരണയാണല്ലോ അന്ന് വേണ്ടത്. ഇപ്പം തിരുവോണത്തിന് അനവധി വഴിപാടുകൾ കഴിക്കും. അന്ന് ഉള്ള പോലെ ഇപ്പം ഈ 10,000 നാളികേരം ഗണജോമം എന്നുള്ളത് ഇപ്പം തുടങ്ങിയതാ. ഒരു 3-4 ചൊല്ലിയാലോ. അച്ഛൻ്റെ ആദ്യകാലത്ത് 4 നാളികേരായിരുന്നു വിനായകർത്തിക്ക്. ഈ നാളികേരില്ല. അതിന് 12ആയി, അത് 36ആയി, അത് 108ആയി, പിന്നെ 336ആയി, പിന്നെ ഇപ്പം 1008ആയി, ഇപ്പം 10,008ആയി. അപ്പം അച്ഛൻ ആ ഒരു നാളികേരം ഹോമിച്ചതിൻ്റെ ഫലം അന്നൊക്കെ ഒരു വെള്ളിയാഴ്ച ദിവസമേ ഗണജോമുള്ളൂ. അതൊരു പകുതിയോ ഒക്കെയാണ്. അപ്പം 10,000 എത്തി. അപ്പം അച്ഛന് അത്ര നിഷ്കർഷകളോടല്ലേ ഇത് എത്താൻ പറ്റിയത് ഞങ്ങൾക്ക്. എത്രണ്ട് ഈശ്വരനെ ആശ്രയിച്ചോ, ഈശ്വരൻ നമ്മളെ അതിനൊരു വലിയ സന്ദേശം അച്ഛൻ കൊടുത്തത്. ഭഗവാൻ അല്ലാണ്ട് വേറെ ആരും ഇല്ല നമുക്ക് ഒരാളെ പോലും സഹായിക്കാനില്ലാന്ന് അച്ഛന് വിശ്വാസമുണ്ട്. ഞങ്ങൾക്കും ഉണ്ട് അത് തന്നെ. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെയാണ്. ഗണപതിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുള്ളൂ ഞങ്ങളുടെ കൂടെ നിന്നാണ്. ഇത്ര നേരം ഒരു ഓണവിശേഷ കാലഘട്ടത്തിലെ ആണെങ്കിലും അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള ഗണേശനുമായിട്ടും ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഇത്രയും ഓർമ്മകൾ നമ്മളോട് പങ്കുവെച്ച് തിരുവേനിക്ക്. നാരായണ.